شيء قدير لقد أنزلنا آيات مبينات والله يهدي من يشاء إلى صراط مستقيم. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ദാബത്തിൻ, ആ തൻവീൻ എന്ത് ചെയ്യണം? കസർ തൻവീനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഉച്ചരിക്കണം? വല്ലാഹു ഖലക കുല്ല ദാബത്തിൻ മിൻ. ദാബത്തിൻ എന്നുള്ള കസർ തൻവീനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഒന്നത്തും വേണം. പിന്നെ മിം ആ നൂനിന് എന്ത് ചെയ്യണം? മായിൽ മാ എന്നുള്ളതിലേക്ക് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? മിമ്മ. പിന്നെ മാ ഇൻ എന്നുള്ള കെസ്ർ തൻവീൻ എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? മാ ഇൻ ഫമിൻ ഹും. ആ മിൻ ഹും എന്നുള്ളിടത്ത് എന്തില്ല? യഖ്ഫാവുമില്ല, ഇദ്ഗാമുമില്ല. എന്ത് ചെയ്താൽ മതി? ഇൽഹാർ ചെയ്താൽ മതി. അപ്പോൾ ഓതേണ്ടത് ഫമിൻ ഹും. പിന്നെ മൈ ഫമിൻഹും എന്നുള്ള മീമിനെ വീണ്ടും എന്ത് ചെയ്യണം? മൻ എന്നുള്ളിടത്തേക്ക് ആ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പോൾ ഓതേണ്ടത് ഫമിൻഹും മൻ. പിന്നെ നൂനിനെ വീണ്ടും യായിലേക്ക് ഇദ്ഗാം ചെയ്യണം. മയ്യംഷി. പിന്നെ അടുത്തൊക്കെ അങ്ങനെ തന്നെ. വമിൻഹും മയ്യംഷി അല റിജിലൈൻ. അവിടെ റിജിലൈൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഓതണം? അലാരിജിലൈൻ അല്ലേ? അതിനാണ് മദ്ദു ലീൻ എന്ന് പറയുന്നത്. മദ്ദു ലീൻ എന്നാണ് അതിന് പറയാറുള്ളത്. പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യണില്ലെങ്കിൽ അങ്ങനെ നിർത്താൻ പാടില്ല. അപ്പം എങ്ങനെ ഓതണം? നീട്ടാൻ പാടില്ല. അലാ റജുലൈനി വമിൻഹും എന്നാണ് ഓതേണ്ടത്. പിന്നെ മയ്യംഷി നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അലാ അർബഇൻ യഖ്ലുഖു. അവിടെ നിങ്ങൾ സ്റ്റോപ്പാണ് നല്ലത്. അല അർബ. പിന്നെ യഖ്ലുഖുല്ലാഹു മാ യശാ. അവിടെ യശാ നിർബന്ധമായിട്ട് നീട്ടണം. മദ്ദു മുത്തസിലാണ് അത്. പിന്നെ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ. ആ ഷൈഇൻ എന്നുള്ള തൻവീൻ എന്ത് ചെയ്യണം? ഖാഫിലേക്ക് യഖ്ഫ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? അലാ ഷൈഇൻ ഖദീർ. പിന്നെന്താ അടുത്തായത്? ലഖദ് അൻസൽന. ആ ലഖദ് എന്ന് പറയുമ്പം ദാലിന് എന്ത് ചെയ്യണം? ഒരല്പം ശിദ്ധത്തോടു കൂടി ഉച്ചരിക്കണം. ലഖദ് ലഖദ്. പിന്നെ അൻസൽന, ആ നൂനിന് എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. ആ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. പിന്നെ അൻസൽന. പിന്നെ ആയാത്തിൻ മുബയ്യിനാത്തിൻ. അവിടെ തിൻ എന്നുള്ളതിന് എന്ത് ചെയ്യണം? മീമിലേക്ക് ആ തൻവീനെ ഇദ്ഗാം ചെയ്യണം. അപ്പോൾ ഓതേണ്ടത് ആയാത്തിൻ മുബയ്യിനാത്തിൻ. പിന്നെന്താണ്? അവിടെ എന്താ ഉള്ളത്? വല്ലാഹു യഹ്ദീ മൻ യശാ. അവിടെ മൻ എന്നുള്ള നൂനിനെ യാവിലേക്ക് ഇദ്ഗാം ചെയ്യണം. മൈ യശാ. യശാ നേരത്തെ പറഞ്ഞതുപോലെ 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. മദ്ദു മുത്തസിലാണത്. പിന്നത്തെ ഇലാ സിറാത്തിൻ. അവിടെ സിറാത്തിൻ എന്നുള്ളതിനെ ആ തൻവീനെയും മുസ്തഖീം എന്നുള്ള മീമിലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. അപ്പോൾ സിറാത്തിൻ മുസ്തഖീം. സ്റ്റോപ്പ് ചെയ്യുമ്പം മുസ്തഖീം നീട്ടി ഉച്ചരിക്കണം. തജ്വീദ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് വേഗം പോയത്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അർത്ഥം പറഞ്ഞോളി. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചതാണ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജന്തുക്കളെയും എല്ലാ ജീവികളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്.
ഇനി പറയാ ഫമിൻഹും, ആ ദാബത്തിന്റെ കൂട്ടത്തിലുണ്ട്, അല്ലേ? ദാബത്തിന്റെ കൂട്ടത്തിലുണ്ട് മൻ യംഷി അലാ ബത്തുനി. എങ്ങനെ വയറുമ്പ നടക്കാന്ന് പറഞ്ഞാല് ഏഞ്ഞടക്ക, അല്ലേ? എന്താ ഇതിന് പറയല് മലയാളത്തിൽ? വയറുമ്പ നടക്കണ പാമ്പൊക്കെ നടക്കണ ഞങ്ങൾ എന്താ? ഏഞ്ഞ്. ആ രൂപത്തിൽ നടക്കുന്ന ജീവികളുണ്ട്. വമിൻഹും, ആ ദാബത്തിന്റെ കൂട്ടത്തിലുണ്ട് മൻ യംഷി അല റിജിലൈൻ. അവിടെ റാ അല്ല രി, പ്രത്യേകം ശ്രദ്ധിക്കണം. റിജിലും റജുലും തമ്മിലുള്ള വ്യത്യാസം എന്താ? റിജില് ഇത് ഇങ്ങനെ ആയാൽ പിന്നെ റജുല് ഇത് കാലാണ്, രി കാലാണ്. റ ആയാൽ എന്താ? അത് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിനാവും, പുരുഷൻ. അപ്പോൾ റിജിലൈൻ എന്ന് തന്നെ ഉച്ചരിക്കണം. അപ്പോൾ 2 കാലിൽ നടക്കുന്ന ജീവികളും ഉണ്ട്. വമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് മൻ യംഷി അല അർബ, 4 കാലിൽ നടക്കുന്നവരും ഉണ്ട്. യഖ്ലുഖുല്ലാഹ്, അള്ളാഹു സൃഷ്ടിക്കുന്നു, മാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ് അള്ളാഹു, എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു. എന്താ അപ്പോൾ ആ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്? ആദ്യം അള്ളാഹു തുടങ്ങിയത് എല്ലാ ദാബത്തിനെയും, ദാബത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു, ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവിക്കും എന്ത് പറയും? ദാബത്ത് എന്ന് പറയും. ഇഴജന്തുക്കൾക്കും പറയും എന്ത്? ദാബത്ത്. അപ്പോൾ ജീവനുള്ള എല്ലാ വസ്തുക്കളെയും അള്ളാഹു വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയാം. എന്നിട്ട് പറയാം, ഒരേ വസ്തുവിൽ നിന്ന്, ഒരേ പദാർത്ഥത്തിൽ നിന്ന്, ഒരേ മാതയിൽ നിന്ന് സൃഷ്ടിച്ച ഈ സൃഷ്ടിജാലങ്ങളൊക്കെ വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത ശക്കിലുമാണ് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ആലോചിക്കൂ, ജന്തുക്കളൊക്കെ അള്ളാഹു വെള്ളത്തിൽ നിന്നല്ല ഉണ്ടാക്കിയ നാക്കാലികളൊക്കെ. എന്നിട്ട് ഐറ്റനിക്ക് അള്ളാഹു 4 കാല് കൊടുത്തു. മനുഷ്യരും അള്ളാഹു ഉണ്ടാക്കിയത് വെള്ളത്തിൽ നിന്നാണ്, അവർക്ക് 2 കാല് കൊടുത്തു. പിന്നെന്താ ഉള്ളത്? പാമ്പുകളെ പോലുള്ളതും സൃഷ്ടിച്ചത് അള്ളാഹു വെള്ളത്തിൽ നിന്നാണ്, അത് ഇഴഞ്ഞു നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ ഖൽക്ക് എന്ന് പറയും, അള്ളാഹുവിൻ്റെ ആ സൃഷ്ടി വൈഭവമാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തെപ്പറ്റി ചിന്തിക്കാനും, അങ്ങനെ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ആ കുദറത്ത്, ആ സൃഷ്ടിപ്പിനുള്ള ആ കുദറത്ത്, അതേപോലെ ആ ശക്തി ശരിക്കും നമുക്കിങ്ങ് മനസ്സിലാകും. എന്ത്? ഈ ജീവികളൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ 4 കാലിൽ ജീവിക്കുന്നവർ, നടക്കുന്നവർ, 2 കാലിൽ നടക്കുന്നവർ, പിന്നെ ഇഴഞ്ഞ് ജീവിക്കുന്നവർ. ഇതിൽ ഭൂമിയിലെ ഒക്കെ നടക്കാനുള്ള ഒരു ആയുധം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതാണ് ഏത്? റിജില്, റിജില്, റിജില്. അവിടെ ആവർത്തിച്ച് പറഞ്ഞാണ്, അല്ലേ? ഓരോ സംഗതി നോക്കി നിങ്ങൾ. ഫമിൻകും മൻ യംഷി അലാ ബത്നി, വമിൻകും മൻ യംഷി അലാ റിജിലൈനി, വമിൻകും മൻ യംഷി അലാ അർബ. ഒക്കെ ആ നടത്തത്തിനുള്ള ആയുധം അള്ളാഹു അവിടെ പറയുന്നുണ്ട്. മനുഷ്യന് അള്ളാഹു കൊടുത്തിട്ടുള്ള ആയുധം ഏതാ? കാലാണ്. ആ കാലിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നടക്കാനുള്ള ഒരു ഉപകരണമാണല്ലോ മനുഷ്യൻ്റെ കാല് എന്ന് പറയുന്നത്, അല്ലേ? എത്ര കുറ്റമറ്റ രൂപത്തിലാണ്, എന്ത് നല്ല ഘടനയോട് കൂടിയാണ് അള്ളാഹു മനുഷ്യൻ്റെ കാല് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അള്ളാഹ് നമുക്ക് ഒരു കാലാ തന്നത്? ഒരു കാലുള്ളവരില്ലേ? ഉണ്ട്. ആ ഒരു കാലുള്ളവരെ നോക്കുമ്പോൾ ആണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക എന്ത്? 2 കാലിൻ്റെ ആ പ്രാധാന്യം. ഇനി ആ 2 കാലിൽ തന്നെ ഒരേ നീളവും ഒരേ വലുപ്പം അല്ലെങ്കിലോ അപ്പോഴും പ്രയാസം, അല്ലേ? ഒന്ന് നീളമില്ല, ഒന്ന് നീളമുണ്ട്, അങ്ങനെയാണെങ്കിലോ അവിടെയും പ്രയാസം. പിന്നെ കാലിൻ്റെ ആ തൊട എന്താ നിങ്ങൾ പറയുന്നത്? ഈ ഫഹദ് എന്ന് പറയുന്ന ഭാഗമല്ലേ, അത് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് അതിനേക്കാൾ തടിയും വണ്ണവും ഉണ്ടെങ്കിലോ അപ്പോഴും നടക്കാൻ കഴിയില്ല, പ്രയാസമാണ്. അപ്പം എത്ര ഫിറ്റ്
ഗിഫ്റ്റായിട്ടാണ് പടച്ച തമ്പുരാൻ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ആ 2 കാല്. ആ 2 കാല് എന്ന അനുഗ്രഹത്തെപ്പറ്റി മനുഷ്യനോട് ചിന്തിക്കാനാണ്. ആ അനുഗ്രഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ അത്ഭുതകരമായ ആ ശക്തിയെപ്പറ്റിയും ഹലമത്തിനെപ്പറ്റിയും കുതിരത്തിനെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അള്ളാഹു സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ എന്ത് പറയുന്നത്? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ആയത്ത് അള്ളാഹു അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി ഉണ്ട്, അതിനെ പറഞ്ഞു. അത് ഉണ്ടാവുമ്പോഴാണ് 2 കാലുള്ള ഒരു അനുഗ്രഹം നമുക്ക് മനസ്സിലാവുക. ഉറപ്പായിട്ടുണ്ട്. 1 കാലില്ലവരില്ലേ? ജന്മത്തിൽ തന്നെ 2 കാലും ഇല്ലാത്തവരും ഇല്ലേ? 2 കൈയില്ലാത്തവരും ഹാൻഡിക്യാപ്ഡ് ഇഷ്ടം പോലെ ഉണ്ട്. അതുണ്ട്. അത് അള്ളാഹു നമുക്ക് കാണിച്ചു തരാം. എന്തിന്? നമുക്ക് നൽകിയ ആ അനുഗ്രഹം. കൂടുതൽ ആളുകൾക്കും കാലുണ്ടല്ലോ അല്ലേ? അപ്പൊ റബ്ബ് തമ്പുരാൻ നമുക്ക് നടക്കാനുള്ള ആയുധം നൽകിയതിലുള്ള അനുഗ്രഹം നമുക്ക് കാണിച്ചു തരാണ്. അതിലോർത്തും ഉണ്ടാവും, ഒന്നിൻ്റെ പിന്നെ എതിർവശം ഉണ്ടാവും. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പോഴല്ലേ നമ്മൾക്ക് നമ്മളെ അനുഗ്രഹം അറിയുള്ളൂ. കണ്ണ് പോകുമ്പോഴല്ലേ നമ്മളെ കണ്ണിൻ്റെ വില മനസ്സിലാവുള്ളൂ. ഇവിടെ ഇപ്പം ഇന്നൊരു വാർത്ത കിട്ടു. എവിടെ അസാബിയൽ പിന്നെ ചാരായം കുടിച്ച് കേട്ടങ്ങൾ എന്തേന് 4 ആളെ കണ്ണിൻ്റെ കാഴ്ചയാട് പോയി. ഡ്യൂപ്ലിക്കേറ്റ് ചാരായം ഉണ്ടാക്കിയതാ. ചാരായം തന്നെ ഡ്യൂപ്ലിക്കേറ്റാണ്. പിന്നെ അയിമക്കൂടെ എന്തായി, അത് കിട്ടാഞ്ഞിട്ട് മറ്റൊരു ചാരായം ഉണ്ടാക്കി. ആലോചിച്ച് നോക്കിങ്ങൾ. അപ്പം റബ്ബ് തമ്പുരാൻ നമുക്ക് തന്ന ആ കണ്ണാകുന്ന അനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ മൂല്യം, അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുക എന്നുള്ള. അതേപോലെ കാലം അങ്ങോട്ട് നഷ്ടപ്പെടുമ്പോഴാണ് ശരിക്കറിയാം. ഒന്നും വേണ്ട, നമ്മൾ നടക്കുമ്പോൾ ഒന്ന് വെച്ചുത്തി ചെറിയൊരു ഇത് വന്നാൽ അന്ന് നമ്മൾ പിന്നെ ലീവാണ് അല്ലേ? സൈലാപ്പിലൂടെ നമ്മളന്ന് ലീവാ. കാരണം എന്താ? ചെറിയ എവിടെ ഒന്ന് വെച്ചുത്തി ഉണ്ടാവും. അത്ര പ്രയാസ മനുഷ്യൻ. നഖം മുറിക്കുമ്പം ആ നഖം ഒന്ന് ഇത്തിരി ചീന്തിയാൽ മതി അല്ലേ? കൂടുതലായി ചീന്തിയാൽ മതി. അന്ന് നമുക്ക് ആ ജോലി കമ്പ്യൂട്ടറും തൊടൂല നമ്മൾ. അലിച്ചു നോക്കൂ. അപ്പം റഹ്മാനായ റബ്ബിൻ്റെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു അവയവം എടുത്ത് നോക്കിയാൽ തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ ആ കുതിരത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കി നിങ്ങൾ, എന്തിനാ പടച്ചോം അതിനെ ആ കാലിനെ 5 വിരൽ അല്ലേ, പിന്നെ ഒരു കാൽപാദം, പിന്നെ കാലിൻ്റെ മുട്ട്, ആ മുട്ടിനെ നിർത്തി വെക്കുന്ന എന്താ അതിന് നിങ്ങൾ പറയല്? മസില്. ആ തൊട കുറേ മാംസം കൊണ്ട് പൊതിഞ്ഞത് അല്ലേ? അതിനൊക്കെ ജീവിക്കാനുള്ള ഭക്ഷണമായ രക്തം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ആ മുട്ട് വളയാൻ കഴിയണില്ല. എന്തായിരിക്കും ഇപ്പം എൻ്റെ അവസ്ഥ? മുട്ട് വളക്കാൻ കഴിയാത്തവരില്ലേ? ഉണ്ട്. ഫുട്ബോളൊക്കെ കളിച്ചിട്ട് മുട്ട് വളക്കാൻ കഴിയാത്തവരുണ്ട്. ആലോചിച്ച് നോക്കി നിങ്ങൾ. അത് മതി പ്രയാസപ്പെടാൻ അല്ലേ? അവരുടെ പ്രയാസം ശരിക്കും മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹുത്താല യഥേഷ്ടം മുട്ട് വളക്കാനും പിന്നെ കാല് കൊണ്ട് തട്ടി മാറ്റാനും അതുകൊണ്ട് നടക്കാനും ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനും ആ സന്ധികളൊക്കെ ഇങ്ങനെ പിന്നെ യഥേഷ്ടം ഇളക്കാനും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കയ്യിനിങ്ങനെ മഫ്സൽ എന്ന് പറയും. ഇതിനൊക്കെ എന്താ പറയൽ? മഫ്സൽ. സന്ധികൾ എന്നാ മലയാളത്തിൽ തോന്നുന്നുണ്ട്. അത് അള്ളാഹുത്താല സൃഷ്ടിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എങ്ങനെ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുക അല്ലേ? എങ്ങനെ നിങ്ങൾ കുടിക്കുക? ഈ സന്ധിയൊന്നുമില്ല, അത് നേരെ നിൽക്കുക. ഈ വിരല് നിങ്ങളെങ്ങനെ ചായ ഗ്ലാസ് അല്ലെങ്കിൽ ഭക്ഷണം നിങ്ങളെങ്ങനെ തിന്നുക? അവിടെ കടക്കേണ്ടി വരും. ആലോചിച്ച് നോക്കും നിങ്ങൾ അതിൻ്റെ അവസ്ഥ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എത്ര കുറ്റമറ്റ ഘടനയോട് കൂടിയാണ് റബ്ബ് തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കും. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചാൽ അന്താളിച്ചു പോവും. നമ്മളിങ്ങനെ തോന്നും, എന്തിനാപ്പം ഈ മൂക്ക് തൊള്ളൻ്റെ മോള് കുറച്ച് സൈഡിനാക്കി വിടനോ എന്ന് നമ്മൾ വിചാരിക്കാറില്ലേ? എന്തിനാപ്പം കണ്ണൊരു ഓട്ടയിൽ കൊണ്ടുവച്ചാണ് ഒരു പ്രത്യേക ഭാഗത്ത് അല്ലേ? ചെവി എന്തിനാ 2 എണ്ണം? കുറേ തലമുടി ഇത് വിയർക്കാൻ ഇതൊന്നും ഇല്ലെങ്കിൽ എത്ര സുഖമായിരുന്നു. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഓരോന്നും മഹാ അത്ഭുതമാണ്. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് ഓരോന്നും. ആലോചിച്ചു. എന്തിനാ ഇവിടെ മൂക്കച്ച്? ഇവിടെ മൂക്കച്ച് എന്തിനാ? ഒരുപാട് കാര്യമുണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണത്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക അല്ലേ? ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം
നാവിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഗ്ലാസ് ഇങ്ങനെ പിടിക്കുമ്പോൾ മനസ്സിലായി ഇത് കുടിക്കാൻ പറ്റില്ല, ഇത് മൂത്രമാണ്, അല്ലെങ്കിൽ ഇത് ഇതെന്താ പിന്നെ കേടുന്ന ഭക്ഷണമാണ് എന്നിങ്ങനെ നമുക്ക് മനസ്സിലാവുക? നാവ് വെച്ചിട്ടുണ്ടാവില്ല. ആദ്യം മണക്കും ആ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ, അല്ലേ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ പിന്നെ പൂച്ചകളെ കണ്ടില്ലെങ്കിൽ ഇന്ന പോലത്തെ ഉണ്ടാവും, അവിടെ മണം വന്നാൽ അവിടെ ഇങ്ങനെ പോയി വെക്കും. എങ്ങനെയാണ് അവിടെ ഭക്ഷണം, അവിടെ ബിരിയാണി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവണേ? എങ്ങനെ മനസ്സിലാവണേ? അത് നിങ്ങൾ എത്ര പൂച്ച വെച്ചാലും എനിക്ക് മനസ്സിലാവും, അല്ലേ? ആലോചിച്ച് നോക്കേണ്ടി നിങ്ങൾ. അതെന്താ? അതാണ് മൂക്ക്. അപ്പം ഞാൻ അവിടെ എത്തും, അവിടെ മീൻ പൊരിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ എത്തും. ആലോചിച്ച് നോക്കേണ്ടി നിങ്ങൾ. മഹാത്ഭുതമല്ലേ അത്, അല്ലേ? ഞാൻ അതേ സാധനം തന്നെ കേടെന്നാലോ ഞാൻ അതേ റബ്ബർ വന്ന് തട്ടിയേക്ക് പിന്നോട്ടടിക്കും. കാരണം എന്താ? അതിനൊക്കെ കാരണം ഈ മൂക്കാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാനാത്മുഖ വെറും ശ്വസനം മാത്രമല്ല, അല്ലേ? നമുക്കൊരു കാര്യം ചീത്തയാണോ നല്ലതാണോ, എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഈ പിന്നെ നാസായന്ത്രം നമുക്കൊരായുധമായി ഉപയോഗിക്കുന്നു, അല്ലേ? ആലോചിച്ചു നിങ്ങൾ. ഇങ്ങനെ ഓരോ കാര്യവും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ റബ്ബിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്തായ അത്ഭുതകരമായ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്തിനപ്പം 3 ലക്ഷം 4 ലക്ഷം മുടി ഉണ്ടല്ലോ നമ്മളെ ശരീരത്തിൽ. എണ്ണയൊന്നും ഞാൻ നോക്കിയിട്ടില്ല, അല്ലേ? ആലോചിച്ചു എന്തിനാപ്പം ഈ മുടിയൊക്കെ പാടെ? കുറച്ച് പോരെ? ഇനിയിപ്പോൾ ആ മുടി ഇത് കുറേ വലുതായ വെട്ടിക്കളയില്ലേ? ആ വെട്ടിക്കളയുമ്പോൾ നമുക്ക് വേദന ഉണ്ടോ? ഇല്ല. പിന്നെ പിന്നെ ഇവിടെ ശരീരത്തിൻ്റെ തോലിലോ സ്കിന്നിനോട് വെട്ടേറ്റാലോ വേദന ഉണ്ട്, അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ. അതുമല്ല, എത്ര കാലം അതിൻ്റെ കയ്യുമ്മൽ ഈ രോമം ഇതേ വലുപ്പത്തിൽ നിൽക്കണ്, അല്ലേ? എത്ര കാലമായി? ഞാൻ ഇപ്പോൾ ഇത് വെട്ടണുണ്ടോ? എന്നാൽ ഞാൻ എത്ര ബാർബർ ഷോപ്പ് പോയിന് എൻ്റെ തലയായിട്ട് എത്ര പ്രാവശ്യം വെട്ടിയിട്ടുണ്ട് ഞാൻ ഈ 60 വയസ്സിൻ്റെ ഇടയിൽ. നിങ്ങളും വെട്ടിയില്ലേ? പക്ഷേ ഇത് നമ്മൾ വെട്ടണില്ല. എന്നിട്ട് വെട്ടാഞ്ഞിട്ട് ഇത് വളരുന്നില്ല, അത് അതേ ഇതിലിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ എൻ്റെ താടിയോ അങ്ങനെ വളരുന്നു, എൻ്റെ തലമുടിയോ യഥേഷ്ടം വളരുന്നു. എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ല തന്നെയല്ലേ ഈ രോമം നൽകി? അതേ രോമം തന്നെയല്ലേ എൻ്റെ തലയിലുള്ളത്? അതേ രോമം തന്നെയല്ലേ എൻ്റെ താടിമേലുള്ളത്? എന്തേ വ്യത്യാസം? റഹ്മാനായ റബ്ബിൻ്റെ അതിൻ്റെ സെല്ലിൽ അള്ളാഹു അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ട് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ഈ മുടി വളർന്നാൽ ഇത്ര വലിപ്പേ ആവും, ഈ മുടി വളർന്നാൽ ഇത്ര വലിപ്പുണ്ടാവും, ഈ താടി വളർന്നാൽ എൻ്റെ കാലിൻ്റെ അത്ര എത്തും. ആലോചിച്ച് നോക്കുങ്ങൾ. അത് അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ ഓരോന്നിനും ഓരോ സെല്ലുകളുണ്ട്. ഖലിയത്ത് എന്നറിയാം അറബിയിൽ. ഓരോ സെല്ലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കോശത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് വളർന്ന അത്ര ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കയ്യിലും മറ്റ് ശരീരത്തിൻ്റെ ഭാഗത്തും മുടി വളർന്നാൽ തലമുടി പോലെ വളരാത്തത്. മഹാത്ഭുതമല്ലേ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്? ആലോചിച്ച് നോക്കുങ്ങൾ. ഇങ്ങനെ നിങ്ങൾ ഏത് നിസ്സാര കാര്യം എടുത്തു നോക്കിയാലും അതൊക്കെ മഹാ അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതിൽപ്പെട്ടത് തന്നെയാണ് മനുഷ്യൻ്റെ കാല്, അല്ലേ? ആ കാലിൻ്റെ വിരലുകൾ എത്ര സന്ധികളാ എങ്ങനെ വളക്കാനും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എങ്ങനെ ഇപ്പോൾ 2 തള്ളാൻ വിരലുമല്ലായിരുന്നു 60 കിലോ അങ്ങനെ തൂങ്ങിക്കണേ? നിങ്ങൾ നിൽക്കൂലേ അങ്ങനെ, അല്ലേ? ഓട്ട മത്സരത്തിനൊക്കെ നിൽക്കുന്ന കുട്ടികൾ കണ്ടില്ല നിങ്ങൾ? ആദ്യം എന്താ ഓലെ എന്തായാലും വാമാക്കാന്നറിയും, എന്തായാലും പറയല് അല്ലേ? ആ വാമാക്കുമ്പം പിന്നെ അതിൻ്റെ ആൾ പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെ? ആദ്യം തന്താമരലിൽ ഇങ്ങനെ, ആദ്യം 5 വിരൽ ഇങ്ങനെ ആക്കാൻ പറയും, എന്നിട്ട് പിന്നെ തന്താമരലിൽ ഇങ്ങനെ ആക്കാൻ പറയും. ഒരു നിൽക്കും. മഹാത്ഭുതമല്ലേ? എങ്ങനെയാണ് ഈ 60 കിലോ വെയിറ്റ് അല്ലെങ്കിൽ 100 കിലോ വെയിറ്റ് ആ ചെള്ളിക്കാലിൻ്റെ ആ തന്താമരലിൽ നിൽക്കുന്ന തള്ളവരലിൽ എന്നല്ലേ നിങ്ങൾ പറയല്? ആ തള്ളാമരലിൽ ഇങ്ങനെ നിൽക്കുന്നത് മഹാത്ഭുതമല്ലേ? അത് മഹാത്ഭുതമല്ലേ? ആലോചിച്ചു. ആ രൂപത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മുടെ കാല് പിന്നെ വേണ്ടടുത്ത് വളക്കാനും തിരിക്കാനും അഥവാ ചെരിഞ്ഞു പോകുകയാണെങ്കിൽ അത് ചെരിയാതിരിക്കാനും ഒക്കെയുള്ള സംവിധാനം റബ്ബ് തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. മഹാത്ഭുതമാണ്. അതിലേറ്റവും അതിൻ്റെ സന്ധികളാണ്. ആ സന്ധികളൊന്നും ഇല്ലാതെ ഇത് വെറും ഒരു കോലാണെങ്കിൽ എന്തായിരിക്കും? ഒരു മരത്തടി പോലുള്ള തടിയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പോൾ ആ അനുഗ്രഹത്തെപ്പറ്റി ചിന്തിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാണ് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ മുടന്തം കാലുള്ളവരെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലേ? പിന്നെ മറ്റു വൈകല്യമുള്ള ആളുകളെ അള്ളാഹു തആല നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെയൊക്കെ കാണിച്ചു തരുമ്പം അവരൊക്കെ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ്
റബ്ബ് തമ്പുരാൻ എനിക്ക് നൽകിയ ആ മഹാ അനുഗ്രഹം. നമ്മൾ അനുഗ്രഹം എന്ന് പറയുമ്പോൾ കുറേ പണം കീശലാക്കണ്, ആ ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ അനുഗ്രഹമായിട്ട് കാണാം. പക്ഷേ അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത്. അല്ലേ? ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ഒരു പക്ഷേ എന്തുണ്ടാവില്ല, ഓന് എന്നും വേദനയും പ്രയാസമാവും. അല്ലേ? ചിലപ്പോൾ ഓന് കണ്ണുണ്ടാവില്ല, അല്ലെങ്കിൽ കാലുണ്ടാവില്ല, കൈയുണ്ടാവില്ല, ഇങ്ങനത്തെ ആയിരിക്കും. എന്നാൽ അതൊന്നും എല്ലാം സുഖസുന്ദരമായി പ്രവർത്തിപ്പിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ അനുഗ്രഹം എന്തിനാണ് അള്ളാഹു തആല നമുക്ക് നൽകിയത്? എന്തിനാ അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്തു പറയുന്നതും ആ അനുഗ്രഹങ്ങളിലൂടെ നാം അള്ളാഹുവിന് എന്താ നൽകേണ്ടത്? നന്ദി ചെയ്യണം, ശുക്ർ ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഓരോ അനുഗ്രഹം ലഭിക്കുമ്പോഴും ആ അനുഗ്രഹം അള്ളാഹുവിന് തൃപ്തിയുള്ള രൂപത്തിൽ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും വലിയ നന്ദി. ഏത് അനുഗ്രഹം കിട്ടുമ്പോഴും അതൊരു കാലാവട്ടെ, കയ്യാവട്ടെ, താടി രോമമാവട്ടെ, ഏതാവട്ടെ, അത് റബ്ബിന് തൃപ്തികരമായ, അള്ളാഹുവിന് തൃപ്തിയുള്ള രൂപത്തിൽ അതിനെ ഉപയോഗിക്കുക, ആ മേഖലയിൽ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്ദി. ആ മേഖലയിൽ അത് ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ നന്ദിക്കേട്. അപ്പം ഈ കാലുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ നന്ദി ഏതാണ്? ആ കാലെന്തിനാണോ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത് ആ രൂപത്തിൽ അത് ഉപയോഗിക്കുക. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കി നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ജുമുഅ ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ, വിശ്വാസികളോട് അല്ലാഹ് പറയാൻ, ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിന്നെ അല്ലാഹ് പറഞ്ഞ പദം നോക്കി നിങ്ങൾ, ഫസ്ഔ. എന്താ സ എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം? ഓടുക, ധൃതിയിൽ നടക്കുക, ഓടുക. സായി, സഫാ മർവന്റെ ഇടയിൽ സായി എന്നറിയില്ലേ? അത് സാധാരണ നടത്തല്ല, ഒന്ന് സ്പീഡ് നടക്കണം. അതന്നെയാണ് നമ്മൾ ഓട്ടം എന്ന് പറയുന്നത്. അപ്പൊ ധൃതി പിടിച്ച് പോവാന്നാ. ധൃതി പിടിച്ച് പോകണമെങ്കിൽ എന്ത് വേണം? കാല് വേണം, അല്ലേ? അപ്പൊ ആ കാലിന്റെ ആ അനുഗ്രഹത്തെയാണ് അള്ളാഹു അവിടെ എടുത്തു പറയുന്നത്. അപ്പം ജുമുഅ ദിവസം ബാങ്ക് വിളി കേട്ടാൽ നിങ്ങൾ ധൃതി പിടിച്ച് അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, ആ പള്ളിയിലേക്ക് നിങ്ങൾ പോവണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മെ പഠിപ്പിക്കും. മാത്രമല്ല വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടങ്ങൾ എന്ത് ചെയ്യണം? അവിടെ തൽക്കാലം ഒഴിവാക്കി നിർത്തണം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കണ മറ്റൊന്ന്, ഏത് അനുഗ്രഹവും കിട്ടുമ്പോഴും അത് ശുക്ർ ചെയ്യേണ്ട രൂപം എങ്ങനെയാണ് എന്നതും ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രവാചകന്റെ ഹദീസിൽ നിങ്ങൾക്ക് കാണാം, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമ. ഒരു മുസ്ലിമായിട്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാണ് നിങ്ങളുടെ കൊതിയെങ്കിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ മരണമടയുമ്പോൾ ഒരു മുസ്ലിമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടണം എന്നാണ് നമ്മൾ കൊതിക്കണതെങ്കിൽ, ഫൽ യുഹാഫിദ് അല ആഹുല ഇസ്വല, ഈ ഫർദ് നമസ്കാരങ്ങൾ അയാൾ കൃത്യമായി പാലിച്ചു കൊള്ളട്ടെ. ഹൈസ് യുനാദി ബിഹിന്ന, ആ ഫർദ് നമസ്കാരത്തിലേക്ക് വിളി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ, ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ആ ഫർദ് നമസ്കാരം നമ്മൾ മുറപ്രകാരം നിർവഹിക്കണം എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, ഫ ഇന്നല്ലാഹ ശറഅ ലിനബിയ്യിക്കും, നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് അള്ളാഹു ശറ ആക്കിയിട്ടുണ്ട് സുനനൽ ഹുദ, മാർഗ നിർദ്ദേശത്തിൻ്റെ സന്മാർഗത്തിൻ്റെ മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചര്യയാക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. പിന്നെ വലൗ അന്നക്കും, എന്നിട്ട് റസൂലുള്ള വിവരിക്കാൻ, വലൗ അന്നക്കും ഫി ബുയൂത്തിക്കും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ബി ബൈത്തി ലതറക്തും സുന്നത നബിയിക്കും. ഒരാള് ബാങ്ക് കേട്ടിട്ട്, ഇഖാമത്ത് കേട്ടിട്ട് പള്ളിയിലേക്ക് പോവാതെ അവിടെ തന്നെ പിന്തി നിൽക്കുകയാണ് എങ്കിൽ, അവൻ വീട്ടിൽ വെച്ച് തന്നെ നമസ്കരിക്കുകയാണെങ്കിൽ, അവിടെ നിങ്ങൾ പ്രവാചകന്റെ സുന്നത്തിനെ ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പോൾ പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോൾ ആ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ളത് പ്രവാചകനെ പിൻപറ്റുന്ന ഒരു സുന്നത്താണ്. ആ സുന്നത്ത് നമ്മൾ എടുക്കണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും വിവരിക്കാണ്, വലൗ തറക്തും സുന്നത്ത നബിയിക്കും ലവലൽത്തും, നിങ്ങൾ പ്രവാചകന്റെ സുന്നത്ത് ഇങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ അത് വഴിവിഴക്കാൻ, യഥാർത്ഥ പാന്താവിൽ നിന്ന് വഴിവഴച്ചു പോവാൻ അത് കാരണമാകും എന്ന വമാമിൻ. എന്നിട്ട് റസൂലുള്ള ആ നമസ്കാരത്തിൻ്റെ പ്രത്യേകത പറയാൻ,
വമാമിൻ റജുലിൻ യതതഹറു ഫയുഹ്സിനു തഹൂറ, ഒരാൾ നന്നായി ശുദ്ധിയാക്കി ഉളുണ്ടാക്കി പിന്നെ സുമ്മ യഅ്മദു ഇലൽ പിന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ മിൻ ഹാദിഹിൽ മസാജിദ്, ഈ പള്ളികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖത്ബത്തിൻ യഖ്തൂഹ ഹസന, അയാൾ കാലടി വെക്കുന്ന ശരിക്ക് വീട്ടിൽ നിന്ന് ഒളു ഉണ്ടാക്കിയിട്ട് ആ നമസ്കാരം എന്ന ഉദ്ദേശത്തോട്, ജമാഅത്ത് നമസ്കാരം എന്ന ഉദ്ദേശത്തോടു കൂടി പള്ളിയിലേക്ക് വെക്കുന്ന എത്ര കാലടിയുണ്ടോ ആ കാൽപ്പാടുകൾക്കൊക്കെ അല്ലാഹു തആല ഓരോ കാൽപ്പാടിനും ഒരു നന്മ രേഖപ്പെടുത്തി വെക്കും. വയർഫഉ ബിഹാ ദറജ, ആ കാൽപ്പാടും ഓരോ കാൽപ്പാടിനും ഒരു പദവി സ്വർഗത്തിൽ അല്ലാഹു തആല അവന് ഉയർത്തിക്കൊടുക്കും. വയഹത്തു അൻഹു ബിഹാ സയ്യിഅ, ആ കാൽപ്പാടിനനുസരിച്ച് അയാളുടെ ഒരു പാപം അല്ലാഹു തആല പുറത്തിരും. നോക്കി നിങ്ങൾ, വളരെ നിസാരമായ കാര്യം, ബാങ്ക് കേട്ട് നമ്മൾ ആ നമസ്കാരത്തിൽ തനിയാൽ വീട്ടിൽ നിന്ന് തന്നെ ഒതുണ്ടാക്കുക, ആ പള്ളിയിൽ പോയിട്ടല്ല, വീട്ടിൽ നിന്ന് തന്നെ ഒതുണ്ടാക്കി അങ്ങനെ നമ്മൾ നടന്നു വന്നാൽ, അതാണ് ഇപ്പം നമ്മളെ വിഷയം. അല്ല നമുക്ക് നൽകിയ ഈ കാലുപയോഗിച്ച് ഓരോരോ കാലടി സ്റ്റെപ്പ് വെച്ച് ആ പള്ളിയിലേക്ക് നാം പോയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്. ഒന്ന്, നന്മ ഇങ്ങനെ കൂടും. രണ്ട്, അയാളെ പാപങ്ങൾ ഓരോ കാലടി അനുസരിച്ചും അയാളെ പാപങ്ങൾ കുറയും, സ്വർഗത്തിൽ അയാളുടെ ദർജയും കൂടും. അപ്പം മഹാനുഗ്രഹം തന്നെയല്ലേ. എന്നിട്ട് റസൂലുള്ള വിവരിക്കാണ്, സുദീർഘമായ ഹദീസിൽ കാണാം, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പരിചയമുള്ളത് ഈ ഒരു പുണ്യം ലഭിക്കാതെ നിൽക്കുന്നത് അറിയപ്പെട്ട മുനാഫിക്ക് മാത്രമേ ഇങ്ങനെ പള്ളിയിലേക്ക് പോകത്തുള്ളൂ എന്നാണ്. അപ്പം ബാങ്ക് കേട്ടിട്ട് പള്ളിയിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് കാപ്പറ്റ്യത്തിൻ്റെ സ്വഭാവമാണ് എന്നതാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ മാറ്റം വരണം എന്ന ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയാം, വലക്കത് കാന റജുലു യുത്താബിഹി യുഹാദ ബൈന റജുലി, രണ്ടാളുകളുടെ തോളിൽ ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് മറ്റൊരാളെ പിന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്നു സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ, അല്ലേ? കാലുണ്ടാവില്ല അല്പം, അപ്പം കാലില്ലാതെ രണ്ടാളെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ആ ജമാഅത്തിന് പോയിരുന്ന സംഭവമാണ് ഉണ്ട്. ഹത്താ യുക്കാമു ഫി സഫ്, ഒന്നാമത്തെ സഫിൽ തന്നെ അയാൾ പോയി നിൽക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ആ കാല് കൊണ്ട് നമുക്ക് ലഭിക്കണ പുണ്യത്തെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിലുടനീളം വിവരിക്കുന്നത്. അപ്പോൾ ഈ കാലുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? സ്വർഗത്തിലേക്ക് നടന്നെത്താൻ പറ്റും എന്നതാണ് ഈ കാലെന്ന അനുഗ്രഹം ഉപയോഗിക്കുമ്പോൾ. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്, മൻ ഗസല യൗമൽ ജുമുഅ, ഒരാൾ ജുമാ ദിവസം കുളിച്ചു, വഖ്തസല, അയാൾ കുളിച്ചു ഒലോക്കെ ഉണ്ടാക്കി, വബക്കറ വബ്തക്കറ, നേരത്തെ പുറപ്പെട്ടു, പിന്നെ വ മഷ വലം യർക്കബ്, അയാൾ വാഹനം കയറാതെ നടന്നു പോയി. അവിടെ പോയിന്റ് അതാണ്, വാഹനം കയറാതെ നടന്നു പോയി എങ്കിൽ വദന മിനൽ ഇമാം, ഇമാമിനോട് അടുത്തുകയും ഫസ്തമ, ആ ഇമാം പറയുന്ന കുത്തുബ അയാൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്താൽ വലം യൽഗ, അയാൾ അതിനെ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കില്ല, പള്ളിയിൽ കയറിയാൽ പിന്നെ ആവശ്യമില്ലാതെ അയാൾ സംസാരിക്കുന്നില്ല എങ്കിൽ ഖാന ലഹു ബികുല്ലി ഖത്ബത്തിൻ അമലിൻ സനത അജ്രിൻ അജ്രി സിയാമിഹാ വ ഖിയാമിഹ, ഒരു വർഷം നോമ്പനുഷ്ഠിച്ച, ഒരു വർഷം ഖിയാമുൽ ലൈൽ നമസ്കരിച്ച ആ ഇതിൻ്റെ പ്രതിഫലം അയാൾക്കുണ്ട്. നോക്കിങ്ങൾ അല്ലേ? അപ്പോൾ ഒരു ജുമാ ദിവസം നേരത്തെ കുളിച്ച് വൃത്തിയാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തൊക്കെ അങ്ങനെയാണല്ലോ, അതിവിദൂരമായ ദൂരത്തു നിന്ന് നടന്നു വരികയാണ് അവർ ചെയ്യുക, അല്ലേ? ഇന്നത്തെ പോലെ വാഹനമൊന്നുമില്ല, ഉള്ള വാഹനം തന്നെ ഒട്ടകോ അങ്ങനെ കഴുതയൊക്കെ ഉള്ളവർ അപൂർവമായിരിക്കും, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ താണ്ടി മലമ്പാതകൾ താണ്ടിയിട്ടാണ് പള്ളിയിലേക്കൊക്കെ വരുന്നത്. ആ താണ്ടൽ ഉണ്ടായത് കൊണ്ടാണ് 2 ബാങ്കൊക്കെ നിലവിൽ വന്നതും. ആലോചിച്ച് നോക്കുങ്ങളെ. അപ്പം അതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കും. മറ്റൊരു ഹദീസ് കാണാം, കുല്ലു ഖത്വത്തിൻ യഖ്തുഹാ ഇലസ്സലാത്തി സ്വദഖ, ഓരോ നമസ്കാരത്തിനും നിങ്ങൾ വെക്കുന്ന ഓരോ കാൽപ്പാടും ഒരു സദക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. മറ്റൊരു ഹദീസ് കാണാം, ഇദാ ഖറജൽ മുസ്ലിം ഇലൽ മസ്ജിദ് കതബല്ലാഹു ലഹു ബികുല്ലി ഖത്വത്തിൻ ഖതാഹ ഹസന വമഹ അൻഹു ബിഹാ സയ്യ ഹത്താ യഅതിയ മഖാമഹു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ തന്നെ ഒരു പദത്തിന് വ്യത്യാസമുണ്ട് എന്ന് മാത്രം.
ഇയാള് നമസ്കാരത്തിന് പുറപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, അയാൾ വെക്കുന്ന ഓരോ കാൽപ്പാടും അയാൾക്ക് ഹസനത്താണ്. അതേപോലെ അതുമൂലം ഒരു തിന്മ അള്ളാഹു താല മായ്ച്ചു കളയും. അങ്ങനെ അള്ളാഹു താല അയാൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ സ്വർഗലോകത്ത് അതുമൂലം അയാൾ എത്തിപ്പെടും എന്നുള്ള. അപ്പൊ നോക്കി നിങ്ങൾ, കാലി എന്ന അള്ളാഹു നൽകിയ അവയവങ്ങളുടെ കൂട്ടത്തിലെ ഒരു അവയവം അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആ മഹത്തായ സ്വർഗമാണ്. അല്ലേ? ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഭാവനയിലും അതിൻ്റെ വർണ്ണങ്ങളെ പറ്റി ഭാവിക്കാത്ത ആ രൂപത്തിലുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് നൽകിയ ഒരു അനുഗ്രഹം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള. നോക്കി നിങ്ങൾ, എന്തിനൊക്കെ ഇപ്പം നമ്മൾ കാല് ദുനിയാവിൽ ഉപയോഗിക്കാം? ജോലിക്ക് ഉപയോഗിക്കും, അല്ലേ? ജോലി ചെയ്യാൻ ഉപയോഗിക്കും, പിന്നെ അറിവ് നേടാൻ വേണ്ടി ഉപയോഗിക്കും. അവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാം. മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഒരാൾ അറിവ് തേടിക്കൊണ്ട് അയാൾ ആ സ്ഥലത്ത് കാൽ കൊണ്ട് നടന്ന് എത്തിയാൽ, ആ അറിവ് തേടിക്കൊണ്ട് അയാൾ പുറപ്പെട്ടാൽ സ്വർഗത്തിലേക്കുള്ള ആ പാതയും അല്ലാഹു തആല അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും. അപ്പം നമ്മുടെ കാല് ഉപയോഗിക്കാൻ ഒരുപാട് മേഖലകൾ ഈ ദുനിയാവിൽ വിശാലമായി കിടക്കാണ്. ആ മേഖലകളിൽ നല്ലതുണ്ടാവും, ചീത്തയുണ്ടാവും. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമാവും. പിന്നെ നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി കാല് ഉപയോഗിക്കും, അല്ലേ? നടക്കാനും പിന്നെ ജോലി ചെയ്യാനും ഒക്കെ. അവിടെയും അള്ളാഹു തആല പറയുന്നത് കാണാം, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല. ഈ ഭൂമി നിങ്ങൾക്ക് പാകമാക്കി തന്നത്, വിധേയമാക്കി തന്നത് അള്ളാഹു അത്രേ. പിന്നെ ഫംശു അല മനാകിബിഹ, അങ്ങനെ തന്നെയല്ലേ? അതിൻ്റെ പിന്നെ തോളുകളിലൂടെ, പാർശ്വഭാഗങ്ങളിലൂടെ നിങ്ങൾ നടക്കുക എന്നുള്ള. അവിടെയും അള്ളാഹു തആല ഉപയോഗിച്ച് ഫംശു എന്നാണ്. ഫംശു, അതിൻ്റെ ഭാഗങ്ങളിലൂടെ, ആ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുക. വക്കുലൂ മിൻ റിസ്കിഹി വഇലൈഹിൻ നുശൂർ. അള്ളാഹുവിൻ്റെ റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും അവങ്കലിലേക്കാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. അവിടെയും അള്ളാഹു തആല ഉപയോഗിച്ചത് ആ കാല് കൊണ്ടുണ്ടാവുന്ന ഫംശു എന്ന് നടക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ വെച്ച്. ഇനി നോക്കി നിങ്ങൾ, നാളെ പരലോകത്തെത്തുമ്പോൾ ഈ കാല് നമ്മൾ വേണ്ടാത്തതിനാണ് ഉപയോഗിച്ചതെങ്കിൽ ആ കാല് നമുക്കെതിരെ സാക്ഷി പറയുന്ന. എന്താ തെളിവ്? എന്താണ് ആയത്ത്? വൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. പിന്നെന്താണ്? വതശ്ഹദു അർജുലുഹും. പിന്നെ ബിമാ കാനൂ യക്സിബൂൻ. എന്താ അതിൻ്റെ ആശയം? അന്ന് പരലോകത്ത് ഈ സംസാരിക്കാനുള്ള ആ നാവിന്, ആ വായെ അള്ളാഹു അങ്ങോട്ട് സീൽ ചെയ്യും. പിന്നെ പിന്നെ സംസാരിക്കാരാ? വതുകല്ലിമുനാ ഐദീഹിം, നമ്മോട് അവരുടെ കരങ്ങൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ പിന്നെ കാലുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കും. എങ്ങനെ? ബിമാക്കാനു യക്സിബുൻ, അവരെന്തൊക്കെ സമ്പാദിച്ചോ, അവരെന്തൊക്കെ പ്രവർത്തിച്ചോ അതിന് എതിരായിട്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ട് രണ്ട് രൂപത്തിലും സാക്ഷി നിൽക്കും കൈകളും കാലുകളും എന്നുള്ള. അപ്പം ആലോചിച്ച് നോക്കൂ, എങ്ങനെ ഇപ്പം അള്ളാഹു തആല നാവിനെ പിന്നെ സംസാരം വൈഭവം ആട് ഒഴിവാക്കണത്? അത് ചിലപ്പോൾ നമ്മളെ തലയിൽ എന്തോ ഒരു ഇതാണെന്ന് തോന്നില്ല നിങ്ങൾക്ക്? അത് ഇവിടുത്തെ യുക്തി എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ബൾബ് ഇപ്പം എങ്ങനെ കത്തണത്? കാരണം ഈ സ്വിച്ചിൽ അങ്ങോട്ട് പോവല്ലേ, അല്ലേ? ആ സ്വിച്ച് അവിടുന്ന് മാറ്റിയിട്ട് വേറെ ഇനം കൊടുത്താലോ അവിടെ കത്തൂലേ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ സംവിധാനിച്ച ഒരു സംവിധാനമാണ് സംസാരിക്കാനുള്ള മേഖല. ആ ബൾബ് കത്തണ്ട് വായിൽ ആ നാവ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പം അതിൻ്റെ കണക്ഷൻ എടുത്തിട്ട് അള്ളാഹു എന്ത് ചെയ്യും? കൈക്കാട് കൊടുത്താൽ കൈ സംസാരിക്കും, കാലിനാട് കൊടുത്താൽ കാൽ സംസാരിക്കൂലേ? നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി അള്ളാഹ്ക്കുണ്ടോ പിന്നെ ഒരു സംസാരിപ്പിക്കാൻ വലിയ പ്രയാസം? ഒരു പ്രയാസവും ഇല്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മഹാത്ഭുതമല്ലേ ഇത്? മഹാത്ഭുതമാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ പിന്നെ യുക്തിവാദികൾ നിഷേധിക്കുന്ന പോലെ നിഷേധിക്കേണ്ട, നമ്മൾ യുക്തിക്ക് യോജിച്ചതല്ല എന്ന് പറയേണ്ടതില്ല. മറിച്ച് 100% യുക്തിക്ക് യോജിച്ചതാണ്. കാരണം എന്താ?
നാവ് കൊണ്ട് സംസാരിക്കാൻ അള്ളാഹുത്താല എപ്പം നമ്മൾ ആ കണക്ഷൻ നൽകിയെങ്കിൽ ആ കണക്ഷൻ അവിടെ നിന്നാട് ആ വയറ് നീക്കിയിട്ട് മറ്റൊരുത്താൾ കൊടുത്താൽ അത് സംസാരിക്കും, ഓട്ടോമാറ്റിക് സംസാരിക്കും അല്ലേ? അപ്പം മഹാ അത്ഭുതമാണ് മനുഷ്യൻ്റെ നാവും കാലുകളും പിന്നെ അവൻ്റെ മറ്റ് അവയവങ്ങളുമൊക്കെ സംസാരിക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് വലക്കത് കറംന, അള്ളാഹുത്താല മറ്റൊരായത്ത് പറയുന്ന കാണാം, വലക്കത് കറംന ബനി ആദം, മനുഷ്യപുത്രൻ ആദൻ സന്തതികളെ അള്ളാഹുത്താല ആദരിച്ചിരിക്കുന്നു. എന്തൊക്കെ ആദരവാണ് ആലോചിക്കുങ്ങൾ, എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് ആദരവ്. എന്തിനാ ഇപ്പം ഇവിടെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പുകളെപ്പോലുള്ള മത്സ്യങ്ങളെപ്പോലുള്ള ജീവികളുണ്ട് എന്നും ഒക്കെ ഇതിനോട് കൂടി അറ്റാച്ച് ചെയ്യണത്? അതേപോലെ 4 കാലിൽ നടക്കുന്ന നാക്കാലികളുണ്ട് എന്നൊക്കെ നമ്മോട് ചിന്തിക്കാൻ പറയണത് എന്തിനാ? മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം ശരിക്കും അപ്പോഴാണ് മനസ്സിലാവുക അല്ലേ? ആലോചിക്കൂ, ഈ ഇഴജന്തുക്കൾ ഇങ്ങനെ പോകുമ്പോൾ അതേപോലെ ഞാനും ഇങ്ങനെ നിരങ്ങി പോവുകയാണെങ്കിൽ കയ്യും ഇതൊന്നുമില്ലാതെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും അവസ്ഥകളെന്ന് ആലോചിക്കൂ അല്ലേ? ഈ 2 ചെള്ളിക്കാൽ ഉപയോഗിച്ച് എത്ര ഉയരങ്ങളിലേക്ക് കയറാനും ആ ഉയരങ്ങളിൽ കയറി അവിടെ സ്റ്റെപ്പായി അവിടെ ഇരിക്കാനും പിന്നെ പിടിക്കാനും ഒക്കെയുള്ള ആ കഴിവ് അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ദുനിയാവിൽ തന്നെ നമുക്ക് ഉയരങ്ങൾ എത്താൻ പറ്റുമെങ്കിൽ മനുഷ്യൻ അള്ളാഹു തആല വലക്കത് കറംനാ ബനി ആദം, ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരുപാട് അവയവം, അതിൽപ്പെട്ടതാണോ എൻ്റെ ബുദ്ധി അല്ലേ? ആ ഉയരങ്ങളിലേക്കെത്താൻ ആകാശം കയറാന്ന് മാത്രമല്ല, മറിച്ച് ഏത് കാര്യത്തിലും ഉന്നതിയിലേക്കും പുരോഗതിയിലേക്ക് എത്താനുള്ള ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അതിനാണ് 2 കണ്ണും 2 കാതും 2 മൂക്കും ഒക്കെ അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ, എന്തിനാ അപ്പം 2 കാത് നൽകിയത്? ഇതൊന്ന് പോരേനോ? ഇവിടെ വേറെ എന്തേലും ഫിറ്റ് ചെയ്തുകൂടേനോ? വെറുതെ 2 എന്തിനാ നൗഫലെ 2 കാത് എന്തിനാ? ആർക്കറിയാം? ബാലൻസ് അതിൻ്റെ മറ്റൊരു ഭാഗം. എന്തിനാ 2 കാത്? ഞാൻ ഇങ്ങനെ നടന്നു പോവാ, അതിലുണ്ട് ഷൗക്കത്ത് ബാക്കിലൂടെ പോ പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചിങ്ങനെ വരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കാതെ മനസ്സിലാവും ഓ ഇതിലൂടെ വരുന്നതെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറിക്കും. എന്തേ കാരണം? അതാണ് 2 കാതുള്ളോട്. ആ ശബ്ദം 1600 ഒരു സെക്കൻഡിനെ 620 ഭാഗമാക്കിയതിൽ, ഒരു സെക്കൻഡിനെ 1620 ഭാഗമാക്കിയതിൽ ആ ഒരു ഭാഗം കൊണ്ട് ഇന്ന ഭാഗത്തിലൂടെ ആ വണ്ടി ഓണടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന സൈഡിന് മാറിക്കൊടുക്കണം എന്ന് എൻ്റെ കാതിലൂടെ കേൾക്കുന്ന ആ ശബ്ദം തലച്ചോറിലെത്തുകയും എനിക്ക് വിവരം തരികയും ഞാൻ ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ എവിടേക്കാണോ ശബ്ദം കേട്ടത് ആ വിവരം തരും. അതിനനുസരിച്ച് ഞാൻ മാറി നിൽക്കും, തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഒരു കാതാണെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടി വരുന്ന അത്ഭുതമല്ലേ? അപ്പം റബ്ബ് വെറുതെ തന്നതല്ല 2 കാത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ പല പല അത്ഭുതങ്ങളും ആ സൃഷ്ടിപ്പിലുണ്ട് എന്നല്ല. വലക്കത് കറംന ബനി ആദം അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ. നാവ് എന്തിനാ അപ്പം നാവ് എന്ന് പഠിച്ചോ? നല്ല രുചി നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം, സംസാരിക്കാൻ മാത്രം. ആ നാവുമേലൊരു ഉമിനീരില്ലേ അല്ലേ? ആ ഉമിനീരില്ലെങ്കിൽ എന്താ? കുറേ കേല പോലുള്ള ആ സാധനം ഇല്ലെങ്കിൽ എന്താ? ഡ്രൈ ആയാലെന്താ? നിങ്ങൾ എപ്പോഴെങ്കിലും നല്ല ഷുഗർ ടോപ്പിലെത്തിയിട്ട് നാവ് ഡ്രൈ ആയി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അയാളോട് ഒരു ഗ്ലാസ് വെള്ളം തരുമെന്ന് പറയാൻ കഴിയില്ല. നാവ് അവിടെ ഉറച്ചടക്കും, നാവനങ്ങൂല. ആ ഉമിനീരില്ലെങ്കിൽ നാവിനനക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ എന്ത് പിന്നെ എത്ര മസിൽ പിടിച്ചിട്ടും കാര്യമില്ല, നാവട അനങ്ങൂല അല്ലേ? നിങ്ങളുണ്ടില്ലേ ചില ഇതിലൊക്കെ ആക്സിഡൻറ്റ് പറ്റിയാൽ ചിലപ്പോൾ കണ്ണോടൊക്കെ അങ്ങ് കാട്ടുണ്ടാവും, നാവോട് ഒരു വർത്താനം പറയാൻ കഴിയില്ല. കാരണം നാവിലുള്ള ഉമിനീരൊക്കെ പറ്റിപ്പോയിട്ടുണ്ടാവും. മഹാ അത്ഭുതമല്ലേ ഇത് അല്ലേ? അള്ളാഹുവിൻ്റെ നമുക്ക് അള്ളാഹു നൽകിയ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ റബ്ബിൻ്റെ അപാരമായ കഴിവ്, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധൻ അല്ലേ, അൽഹംദുലില്ലാ നമ്മളെ മനസ്സിൻ്റെ അന്തരാളത്തിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു പോകും അല്ലേ? അപ്പോൾ ഓരോ വലക്കത് കറംനാ ബനി ആദം, ഇതേപോലെ കയ്യും കാലും മൂക്കും കണ്ണും ഒക്കെ ഒരുപാട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പം സമയമോ ഇത്രയും
ടൈമേനോ അല്ല എത്രയൊക്കെ തുടങ്ങി ഇനി വേണോ വേണ്ടേ എന്നാൽ മതി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിലൂടെ ശരിക്ക് ആ അനുഗ്രഹത്തെ പറ്റിയൊക്കെ ചിന്തിക്കാൻ പറയുന്നത് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനാണ്. ആ ശുക്ർ ചെയ്യണമെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ പറ്റി നമ്മൾ അഗാധമായി പഠിക്കണം, അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിയുമ്പോഴേ എന്തറിയുള്ളൂ, ശരിക്കൊരു ഇബാദത്ത് നടത്താൻ പറ്റും. നമ്മളിപ്പോൾ ഒതുണ്ടാക്കണം, പിന്നെ ഇങ്ങനെ കുളിക്കണം, അതാണോ അറിയേണ്ടത്? അതല്ല, ആ ഒതുണ്ടാക്കാനും കുളിക്കാനും പഠിപ്പിച്ച ആ പിന്നെ കൽപ്പിച്ച ആളെയാണോ നമ്മൾ ആദ്യം അറിയേണ്ടത്? ആരെയും അറിയേണ്ടത്? കൽപ്പിച്ച ആളറിയണം അല്ലേ? ഒരു കരാർ നിങ്ങൾക്ക് ഓർഡർ കിട്ടുമ്പോൾ ഇത് എവിടുന്നാ വന്നത്? ശൂണിതാരിയാണോ മുതിർലാമാണോ? അത് റൈസാണ്. അപ്പം നമ്മളതിനൊരു ഗൗരവം കാണിക്കൂലേ അല്ലേ? അത് നൗഫൽ എവിടുന്ന വേറെ ഒന്നും എടുത്തുകൊണ്ടെന്നാ അത് ഞാൻ മൈൻഡ് ചെയ്യോ? ഇല്ല. ഉണ്ടോ? ഉണ്ടാവില്ല. അപ്പം ആര് പറഞ്ഞു? ആരാണ് എന്നോട് ഒതുണ്ടാക്കാൻ പറഞ്ഞത്? ആരാണ് എന്നോട് നിസ്കാരത്തിന് മുന്നിൽ പോകാൻ പറഞ്ഞത്? സുബഹിസ്കാരത്തിന് മുന്നിലെ സഫിൽ എത്താൻ പറഞ്ഞത് ആരാ? അതാണ് ചിന്തിക്കണ്ടേ. ആ കൽപ്പിക്കുന്ന ആൾ ആരാ? എൻ്റെ വാപ്പയല്ല, എൻ്റെ ഉമ്മയല്ല. എന്നെ സൃഷ്ടിച്ച, എൻ്റെ വാപ്പനെ സൃഷ്ടിച്ച, എൻ്റെ ഉമ്മനെ സൃഷ്ടിച്ച, ഈ ലോകം സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ആ സൃഷ്ടാവ് പറയുന്നു ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്. ആ സൃഷ്ടാവ് പറയുന്നു എൻ്റെ കാല് അള്ളാഹിന് ഇഷ്ടമുള്ള രൂപത്തിൽ ഉപയോഗിക്കണം. അപ്പം നമ്മൾ അള്ളാഹിനെ അറിയുമ്പോഴേ അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹം ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ഒരു സഹോദരൻ എല്ലാവർക്കും അറിയാം, ഷബീർ നന്ദി അല്ലേ? ആ സഹോദരന് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു അവരോടൊപ്പം നമ്മെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.